ടോക്ലിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുൽമർഗിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഏകദേശം നമ്മൾ ശ്രീനഗറിൽ നിന്ന് ഒരു 5:30 നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ എത്തിയപ്പോൾ 6 മണിക്ക് നമ്മളിവിടെ എത്തി. അപ്പോൾ ഇവിടെ നമ്മൾ ടാങ്മർഗിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ ചെക്ക് പോസ്റ്റ് ഇപ്പോൾ ക്ലോസ് ആണ് കേട്ടോ. കാരണം ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണമുണ്ട്. നമുക്കറിയാം ഇറാനും അതുപോലെ തന്നെ US ഒക്കെ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്ന കാരണമുണ്ട്. ഇവിടെ 2 ദിവസം ഇന്നലെയും ഇന്നും ഇവിടെ ഹർത്താൽ പോലെയായിരുന്നു. അപ്പോൾ കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് 8 മണിക്ക് ഇവിടെ നിന്ന് എൻട്രി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഷാർപ്പ് 8 മണിയായപ്പോൾ നമുക്ക് ഗുൽമർഗിലോട്ടുള്ള എൻട്രി നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി റൈറ്റ് സൈഡിൽ കാണുന്ന ഫസ്റ്റത്തെ ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഷൂ ഒക്കെ റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു പെയറിന് 67 രൂപയായിരുന്നു കേട്ടോ നമ്മൾ ഷൂ റെൻ്റായിട്ട് പേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നലെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇന്നലെ ഏകദേശം ഇത്ര ഹില്ലി ഏരിയ ആയിരുന്നില്ല ഇന്നലെ നമ്മൾ അങ്ങോട്ട് സോനാമർഗിലോട്ട് പോകുന്ന സമയത്ത്. പക്ഷേ ഇന്നാണെങ്കിൽ കുറച്ച് ഹില്ലി ഏരിയയൊക്കെയാണ് കേട്ടോ. ഈ കാണുന്ന ലൊക്കേഷനിൽ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എവിടെ ക്യാമറ വെച്ചാലും അടിപൊളി ഫ്രെയിമായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയത്. ഈ ഫ്രെയിം തന്നെ നോക്കിക്കേ, ബാക്ക്ഗ്രൗണ്ടിൽ ഉദിച്ചു വരുന്ന സൂര്യനും അതിൻ്റെ പിന്നിൽ മഞ്ഞുമൂടിയ മഞ്ഞുമലകളും എത്ര മനോഹരം അല്ലേ. ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ കുറേയേറെ ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് കയറി വന്നതും കുറേയേറെ ഏജൻസികളെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ലോക്കൽ സൈറ്റ് സീയിങ്ങും അതുപോലെ തന്നെ ഇവിടുത്തെ റൈഡ്സുകളും ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന കുറേ ഏജൻസി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മളുടെ പിന്നാലെ തന്നെ അവരുണ്ടായിരുന്നു. നമ്മൾ അവരോടൊന്നും സംസാരിച്ച് സമയം കളഞ്ഞില്ല. നമ്മൾ അടുത്ത പരിപാടിയിലോട്ട് കടന്നു. നേരെ ഫുഡ് കഴിക്കുക എന്നുള്ളതായിരുന്നു അടുത്ത പരിപാടി. അപ്പോൾ അങ്ങനെ 120 രൂപ കൊടുത്തിട്ട് നമ്മൾ ഒരു പ്ലേറ്റ് താളി ഫുഡ് കഴിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചു. അതിനുശേഷം കാർ പാർക്കിങ്ങിൻ്റെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന മഹാറാണി മന്ദിരം കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടുള്ള യാത്രയിലായിരുന്നു കേട്ടോ. അങ്ങനെ മേലെ കയറി ചെന്നതും നമുക്ക് മന്ദിറിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ഒരു സൈഡാണെങ്കിൽ മഞ്ഞുണ്ട്, മറ്റേ സൈഡാണെങ്കിൽ മഞ്ഞ് കുറവാണ്. ഫെബ്രുവരി ലാസ്റ്റ് ആയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ പിന്നെ അതിനുശേഷം നമ്മൾ മഞ്ഞിലൂടെ തേരപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാണുന്നവിടെയൊക്കെ മെല്ലെ നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഈ കാണുന്ന കുഴിയിലുണ്ടല്ലോ, ഈ മേൽഭാഗം മാത്രം ഫ്രീസായി കിടക്കുന്ന ഭാഗത്തൊക്കെ നമ്മൾ ചവിട്ടിയിട്ട് പരിശോധിച്ച് നോക്കുകയാണ്. എങ്ങാനും അടിയിൽ പോയാലോ ഈ കാർട്ടൂണിലൊക്കെ കാണുന്ന മാതിരിയേ. അപ്പോൾ പിന്നെ ആ സമയത്താണ് നമ്മുടെ തലൻ്റെ മേലെ കൂടെ ഒരു ഹെലികോപ്റ്ററൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടത് കേട്ടോ. പിന്നെ നേരെ നമ്മുടെ അന്വേഷണം അങ്ങോട്ടാക്കി. നമ്മൾ ഹെലികോപ്റ്ററിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹെലികോപ്റ്റർ ലാൻഡിങ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് വേണം നടക്കാൻ. കുറച്ച് അപ്പോഴേ സ്ലിപ്പായിട്ട് വീണതേ ഉള്ളൂ. അപ്പോൾ പിന്നെ പോയി നോക്കട്ടെ. ബാക്കിലെല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലൈനായിട്ട് ട്രക്കിങ്ങിന് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ മറ്റേ സോനമർഗിനെക്കാട്ടിയും കുറച്ചും കൂടെ സ്നോ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അടിപൊളിയായിട്ട് സോനമർഗിനെക്കാട്ടിയും കുറച്ച് നല്ല സ്ഥലം ഗുൽമർഗാണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഫുൾ പ്ലെയിൻ ഏരിയയാണ്. പിന്നെ പോയി നോക്കാം. അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഹെലികോപ്റ്ററിൻ്റെ. പോയി നോക്കാം. അവിടെ ലാൻഡിങ് കാണാൻ വേണ്ടി പോകാൻ ഹെലിപാഡിൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ കുറച്ച് കലാപരിപാടികളിലോട്ട് കിടക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ കാണുന്നവരുടെ ഷൂലൊക്കെ മഞ്ഞിടുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് സെലക്ട് ചെയ്ത ആളെന്ന് പറയുന്നത് ജയന്ത് ഭാസ്കർ ആയിരുന്നു കേട്ടോ. നേരെ ഓടി അറിയാണ്ട് അവൻ്റെ കാലിൽ മഞ്ഞിട്ടു, തിരിച്ചോടി. അവനാണെങ്കിലോ തിരിഞ്ഞും ഫ്രണ്ടിലോട്ട് ഓടി. പിന്നെ നമ്മൾ അങ്ങോട്ട് വിടുവോ? നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് പോയി ഒരുമിച്ച് പിന്നെയും അവൻ്റെ കാലിൽ മറ്റേ മഞ്ഞൊക്കെ എടുത്തിട്ട് അവനെ നേരെയായിട്ട്, അതായത് ഷൂ ഇല്ലാണ്ട് നേരത്തെ അങ്ങോട്ട് ഓട്ടിച്ചു കേട്ടോ. പിന്നെ കുറേ നേരം അവൻ്റെ പിന്നാലെയായിരുന്നു പിന്നീട് കളി. അടുത്ത ആളായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ചിൻറ്റുവിനെയാണ് കേട്ടോ. ഞാനല്ല പക്ഷേ ഇട്ടത് നമ്മുടെ കുശാൽ മണ്ഡലമാണ് കേട്ടോ. ഇതാണ്ടോ നേരെ ആ ഫ്രണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടോ, അവനാണ് ഇതിൻ്റെ മെയിൻ പുള്ളി. അടുത്തതായിട്ട് ജയന്ത് എന്തോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കയ്യിൽ സ്നോ ഒക്കെ എടുത്തിട്ട് എന്തൊക്കെയോ ചെയ്യാൻ പ്ലാൻ ഇട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് എല്ലാം മറികടന്നിട്ട് നമ്മുടെ കയ്യിലും സ്നോ ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് എടുത്തെറിഞ്ഞു കേട്ടോ. നമുക്ക് സ്നോ എന്നൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടിപൊളി ഒരു മുഖമുള്ളൊരു ബോട്ടിൽ. അതിൻ്റെ മുഖമൊന്നും അറിയത്തില്ല. നൈസായിട്ടുണ്ട് കാണാൻ. അവിടെ നിന്ന് നോക്കിയപ്പോൾ ദൂരത്തൊരു പണി കഴിയാത്തൊരു കെട്ടിടം കേട്ടോ. അതിൻ്റെ മേലെയാണെങ്കിൽ സ്നോ കൊണ്ട് മൂടി കിടക്കുന്നു. ബാക്കിലാണെങ്കിൽ കുറേ മരങ്ങളും. നല്ലൊരു ഫ്രെയിമായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങോട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഗുൽമർഗിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, അതായത് ഏഷ്യാസ് ഹയസ്റ്റ് റോപ്പ് വേ ഗൊണ്ടോള റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. സമയത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഓൺലൈൻ ടിക്കറ്റ് അവൈലബിലിറ്റിയിൽ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് മേലോട്ട് പോകാൻ സാധിച്ചില്ല കേട്ടോ. അതിൻ്റെ സങ്കടത്തിൽ എല്ലാവരും ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ടീമത്തെ ഒരുത്തനെ കാണാണ്ടായത് കേട്ടോ. അവൻ അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നോക്കുന്ന സമയത്താണ് അവൻ ബാക്കിലിരുന്നിട്ട് ക്രിയേറ്റീവായിട്ട് ലവ് ചിഹ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പുള്ളി വേറെ ആരുമല്ല, നമ്മുടെ വെങ്കടേഷാണ് കേട്ടോ.
Going to write here my Oh, girlfriend's name. oh, fine, fine, fine. Then carry on. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കലാകാരന് ഒരുപാട് സമയം നമ്മൾ കൊടുത്തു. ക്ഷമയോടെ ഞങ്ങളെല്ലാവരും കാത്തിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സ്നോ എടുത്തിട്ട് ചാറ പറ നീറ് തുടങ്ങി കേട്ടോ. ഇവിടുത്തെ കളികളൊക്കെ കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയത് നമ്മുടെ തലൻ്റെ മേലെ കൂടെ പറന്നു പോയിട്ടുള്ള ആ ഹെലികോപ്റ്ററിനെ കാണാനിടയായിട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഇവർ പറയുന്ന സ്ഥലവും അതിൻ്റേതായിട്ടുള്ള എമൗണ്ടും എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുള്ളൊരു ഫ്ലെക്സൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ഈ ഗുൽമർഗ് എന്ന് പറയുന്ന കാശ്മീരിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ സ്ഥലത്തോട് നമ്മൾ വിട പറയാൻ സമയമായിരിക്കുകയാണ്. അവിടെ നിന്ന് നേരെ നമ്മൾ റോളക്സ് പേയിങ് ഹോം സ്റ്റേ, അതായത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ട് എത്തി. ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് വസീം ഭായി നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് വെറൈറ്റീസ് ഓഫ് മീറ്റ് ഐറ്റംസ് ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മളതൊക്കെ കഴിച്ച് നമ്മൾ കാശ്മീരി സ്റ്റൈലിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് അന്നത്തെ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ താങ്ക് യു.